രാഷ്ട്രങ്ങൾക്കിടയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പടുത്തുയർത്തിയ ഇന്ത്യയെ കണ്ട് അസൂയപ്പെടുകയാണ് പല രാജ്യങ്ങളും. പ്രതിരോധത്തിലും രാജ്യസേവനത്തിലും ജനങ്ങളെ സംരക്ഷിക്കുന്നതിലും ഇന്ത്യയോളം മികച്ച രാഷ്ട്രം മറ്റൊന്നില്ല എന്ന് വേണം പറയാൻ. മറ്റു രാജ്യങ്ങളിലേക്ക് പോകുമ്പോൾ പോലും ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് ലഭിക്കുന്ന പരിഗണനയിൽ പോലും അസൂയയുള്ള പല നേതാക്കളും നിലനിൽക്കുന്നുമുണ്ട്. ഇത് മറ്റൊരു യാഥാർത്ഥ്യമാണ്. ആ സാഹചര്യത്തിൽ ഇന്ത്യയെ എങ്ങനെ താറുമാറാക്കി കയ്യിലെടുക്കാമെന്ന ചിന്തയിലാണ് ചൈന, US, പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ മുന്നോട്ടു പോകുന്നത്. ഇന്ത്യയെ പൂട്ടാൻ ജലയുദ്ധത്തിനൊരുങ്ങിയ ചൈനയുടെ വാർത്തകളും റിപ്പോർട്ടുകളും അടുത്തിടെയായി വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ അണക്കെട്ട് ചൈന പണിയുമ്പോൾ ഇന്ത്യയുടെ കാര്യം എന്താകുമെന്നൊരു ചോദ്യം ഇപ്പോഴും അവശേഷിക്കുന്നുണ്ട്. ചൈന യാർലുങ് സാങ്ബോ എന്ന കൂറ്റൻ അണക്കെട്ട് നിർമ്മിക്കുകയാണ്. ഇത് 3 ഗോർജസ് അണക്കെട്ടിനേക്കാൾ കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കും. ഈ പദ്ധതി വെറും ഊർജത്തേക്കാൾ കൂടുതലാണ്. ഇന്ത്യയിൽ ബ്രഹ്മപുത്ര നദിയായി മാറുന്നതിൽ ഇത് 130 ദശലക്ഷം ആളുകളുടെയും 6 ദശലക്ഷം ഹെക്ടർ കൃഷിഭൂമിയുടെയും ജീവനാഡിയാണ്. നദിയുടെ മുകൾ ഭാഗം ചൈന നിയന്ത്രിക്കുന്നതിനാൽ പ്രാദേശിക സംഘർഷങ്ങൾ രൂക്ഷമാകുമ്പോൾ ഇന്ത്യയിൽ ജലസുരക്ഷയെക്കുറിച്ച് വലിയ ആശങ്കകളുമുണ്ട്. ഇന്ത്യ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുന്നു, പക്ഷേ അത് കഠിനമാണ്. ഇന്ത്യ സ്വന്തമായി സിയാങ് അപ്പർ മൾട്ടി പർപ്പസ് പ്രോജക്റ്റ് അവതരിപ്പിച്ചിട്ടുണ്ടെങ്കിലും അത് പാരിസ്ഥിതിക തടസ്സങ്ങളും പ്രാദേശിക സമൂഹങ്ങളിൽ നിന്നുള്ള എതിർപ്പും നേരിടുന്നു. അരുണാചൽ പ്രദേശിൽ 11,000 മെഗാവാട്ട് അണക്കെട്ട് നിർമ്മിക്കുന്നതിനെ കുറിച്ചും ചർച്ചയുണ്ട്. എന്നിരുന്നാലും ഇത് ചൈനയുടെ അപ്സ്ട്രീം നേട്ടത്തെ പരിഹരിക്കുന്നില്ലെന്ന് വിദഗ്ധർ വ്യക്തമാക്കുന്നു. സുപ്രധാന നദികൾ പങ്കിടുന്ന അയൽക്കാർക്കിടയിൽ ജലരാഷ്ട്രീയം എത്രത്തോളം തന്ത്രപരമായി മുന്നോട്ട് പോകുമെന്ന് ഈ സാഹചര്യം മുഴുവൻ എടുത്തു കാണിക്കുന്നു. കുറച്ചുനാൾ മുൻപാണ് ടിബറ്റിൽ ബ്രഹ്മപുത്ര നദിയിൽ ലോകത്തിലെ ഏറ്റവും വലിയ അണക്കെട്ട് നിർമ്മാണം ഔദ്യോഗികമായി ആരംഭിച്ചതായി ചൈന പ്രഖ്യാപിച്ചത്. $16,780 കോടി ചെലവിലാണ് ചൈന ഡാം പണിയുന്നത്. ബ്രഹ്മപുത്ര നദിയുടെ താഴ്ന്ന പ്രദേശത്ത് നിങ്ചി നഗരത്തിലാണ് പദ്ധതി നടപ്പാക്കുന്നത്. കഴിഞ്ഞ ഡിസംബറിലാണ് പദ്ധതിക്ക് ചൈന അംഗീകാരം നൽകിയത്. ലോകത്തിലെ ഏറ്റവും വലിയ അടിസ്ഥാന സൗകര്യ പദ്ധതിയായാണ് ഡാമിനെ വിശേഷിപ്പിക്കുന്നത്. അതേസമയം ചൈനയുടെ ഡാം നിർമ്മാണം ഇന്ത്യയും ബംഗ്ലാദേശിനെയും കടുത്ത ആശങ്കയിലാഴ്ത്തിയിട്ടുമുണ്ട്. മഴക്കാലത്ത് ഡാം തുറന്നുവിട്ടാൽ അത് ബ്രഹ്മപുത്രയിൽ വലിയ തോതിൽ വെള്ളപ്പൊക്കത്തിന് കാരണമായേക്കും. അസമിലും സ്ഥിതി കൂടുതൽ വഷളായേക്കും. അതേസമയം ചൈനയിൽ നിന്നുള്ള സൈനിക ഭീഷണിയേക്കാൾ വലിയ ഭീഷണിയായിരുന്നു പുതിയ ഡാം എന്ന് അരുണാചൽ പ്രദേശ് മുഖ്യമന്ത്രി പേമ ഖണ്ഡു വ്യക്തമാക്കി. ഡാം തങ്ങളുടെ ഗോത്രങ്ങൾക്കും ഉപജീവന മാർഗങ്ങൾക്കും ഭീഷണിയാകുമെന്നും ചൈന ഇതിനെ ഒരു ജലബോംബായി ഉപയോഗിക്കാൻ സാധ്യതയുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുകയും ചെയ്തു. ചൈനയുടെ 14ാമത് പഞ്ചവത്സര പദ്ധതിയുടെ ഭാഗമായാണ് മെഗാ അണക്കെട്ട് നിർമ്മിക്കുന്നത്. ഭൂകമ്പങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ള ടെക്ടോണിക് പ്ലേറ്റ് അതിർത്തിയിലാണ് ഈ അണക്കെട്ട് ചൈന നിർമ്മിക്കുന്നത് എന്നാണ് സൗത്ത് ചൈന മോർണിംഗ് പോസ്റ്റ് റിപ്പോർട്ടിൽ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഡാം ഇന്ത്യയുടെ താഴ്ന്ന പ്രദേശങ്ങൾക്ക് ജലബോംബായി മാറാൻ സാധ്യതയുണ്ടെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. കനേഡിയൻ NGO ആയ പ്രോബ് ഇന്റർനാഷണലിന്റെ 2012 റിപ്പോർട്ടിൽ പടിഞ്ഞാറൻ ചൈനയിൽ നിർമ്മിക്കുന്ന 130-ലധികം വലിയ അണക്കെട്ടുകൾ ഭൂകമ്പങ്ങൾക്ക് കാരണമായേക്കാമെന്നും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. യാർലുങ് സാങ്ബോ, പാർലുങ് സാങ്ബോ, സു ലാൻകോങ്, യാങ്ങോ, ദാഡു മിൻ, യെല്ലോ നദികളിലെ അണക്കെട്ട് നിർമ്മാണങ്ങളെക്കുറിച്ചും റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. ചൈനയുടെ പടിഞ്ഞാറൻ മേഖലയിൽ നിർമ്മിക്കുന്ന അണക്കെട്ടുകളിൽ 98.6% ഭൂകമ്പ സാധ്യതയുള്ള മേഖലകളിലാണെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ചൈനയുടെ അണക്കെട്ട് നിർമ്മാണത്തെ എപ്പോഴും സംശയത്തോടെയാണ് ഇന്ത്യ വീക്ഷിച്ചിട്ടുള്ളത്. പലപ്പോഴും തങ്ങളുടെ ഡാം നിർമ്മിതികളെ കുറിച്ച് ചൈന കൃത്യമായ വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ലെന്നതാണ് തന്നെയാണ് പ്രധാന കാരണം. വർഷങ്ങളോളം നിഷേധിച്ചതിനു ശേഷം 2010 മാത്രമാണ് ബ്രഹ്മപുത്ര നദിയിൽ സാങ്മു അണക്കെട്ട് നിർമ്മിക്കുന്നുണ്ടെന്ന് ചൈന സമ്മതിച്ചത്. അതേസമയം വെള്ളം വഴിതിരിച്ചുവിടുന്നതിലുള്ള ഇന്ത്യയുടെ ആശങ്കകൾ ചൈന തള്ളിക്കളഞ്ഞിട്ടുണ്ടെങ്കിലും ഇന്ത്യ ഇതുവരെയും ഇതൊന്നും വിശ്വാസത്തിലെടുത്തിട്ടില്ല. ചൈനയുടെ വലിയ അണക്കെട്ടുകൾ സംഭരണ അണക്കെട്ടുകളായി മാറ്റാൻ സാധ്യതയുണ്ടെന്നാണ് മനോഹർ പരീക്കർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിഫൻസ് സ്റ്റഡീസ് ആൻഡ് അനാലിസിസ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നത്. അതായത് വരണ്ട സീസണുകളിൽ ചൈനയ്ക്ക് വെള്ളം തടഞ്ഞു വെക്കാൻ സാധിക്കും. ഇത് ഇന്ത്യക്ക് ഭീഷണിയായേക്കും. മാത്രമല്ല മഴക്കാലത്ത് വെള്ളം തുറന്നുവിടുന്നത് അസമിലെ വെള്ളപ്പൊക്കം കൂടുതൽ രൂക്ഷമാക്കിയേക്കും. ഇതിനോടകം തന്നെ ചൈനയുടെ ഡാം നിർമ്മാണത്തിൽ അസം കേന്ദ്രത്തിന്റെ കടുത്ത ആശങ്ക അറിയിച്ചിട്ടുമുണ്ട്. മുൻപ് അരുണാചൽ പ്രദേശിലും ഹിമാചൽ പ്രദേശിലും ചൈനയുടെ പ്രവർത്തനങ്ങൾ മിന്നൽ പ്രളയത്തിന് കാരണമായിരുന്നു. കൂടാതെ സിയാങ് നദിയിലെ വെള്ളം മലിനമാകാനും കാരണമായിരുന്നു. 2017 സിയാങ് നദിയിലെ വെള്ളം കറുത്ത നിറമായി. തേസ്പൂരിൽ നടത്തിയ പരിശോധനയിൽ നദിയിലെ വെള്ളത്തിൽ ധാതുക്കളുടെ അളവ് വളരെ കൂടുതലാണെന്ന് കണ്ടെത്തിയിരുന്നു. അണക്കെട്ടുകളുടെ നിർമ്മാണം നദിയിലെ എക്കലിന്റെ അളവ് കുറയ്ക്കുന്നതിനും ഇത് കൃഷിയെ പ്രതികൂലമായി ബാധിക്കുമെന്നും വിദഗ്ധർ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ചൈനയുടെ അണക്കെട്ട് നിർമ്മാണത്തിന്റെ ആഘാതം ചെറുക്കാൻ അരുണാചൽ പ്രദേശിൽ ഒരു മൾട്ടി പർപ്പസ് റിസർവോയർ നിർമ്മിക്കാൻ ഇന്ത്യ പദ്ധതിയിട്ടിട്ടുണ്ട്.
എന്നാൽ ഇതിനെതിരെ പ്രാദേശിക പ്രതിഷേധം ശക്തമാണ്. സംസ്ഥാനത്തെ സിയാങ്, അപ്പർ സിയാങ് ജില്ലകളിൽ ഇത് കൊടിയൊഴിപ്പിക്കലിന് കാരണമാകുമെന്നും പാരിസ്ഥിതിക ആഘാതങ്ങൾ സൃഷ്ടിക്കുമെന്നുമുള്ള ആശങ്കയാണ് പ്രതിഷേധങ്ങൾക്ക് വഴിവെച്ചത്. ഇന്ത്യയും ചൈനയും തമ്മിൽ ജലം പങ്കിടുന്ന സംബന്ധിച്ചുള്ള ഉടമ്പടികൾ ഇതുവരെയില്ല. എന്നാൽ ജലവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൈമാറുന്നതിന് 2002 ഒരു കരാറിൽ ഒപ്പുവെച്ചിരുന്നു. എല്ലാ വർഷവും ജൂൺ 1 മുതൽ ഒക്ടോബർ 15 വരെ 3 സ്റ്റേഷനുകളിൽ നിന്നുള്ള ജലത്തിന്റെ ഒഴുക്കിനെ കുറിച്ചുള്ള വിവരങ്ങൾ ഇന്ത്യക്ക് കൈമാറാൻ സമ്മതിച്ചുകൊണ്ടുള്ള കരാർ. വർഷകാലത്ത് വെള്ളപ്പൊക്കം നിയന്ത്രിക്കുന്നതിനും സുരക്ഷാ നടപടികൾ സ്വീകരിക്കുന്നതിനും ഈ ഡേറ്റ നിർണായകമാണ്. 2017 ദോക്ലാം സംഘർഷം ഉണ്ടായപ്പോൾ ചൈന ഈ ഡേറ്റ പങ്കിടാൻ വിസമ്മതിച്ചിരുന്നു. ഇത് അസമിലെ മരണങ്ങൾക്ക് കാരണമായി. 2018 ഡേറ്റ പങ്കിടൽ പുനരാരംഭിച്ചെങ്കിലും ആവശ്യമെങ്കിൽ ചൈന ജലത്തെ രാഷ്ട്രീയ ആയുധമായി ഉപയോഗിക്കാൻ മടിക്കില്ലെന്നാണ് ഇന്ത്യ ആശങ്കപ്പെടുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.